ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിരാവിലെ തന്നെ അനീഷും ഷാനവാസും തമ്മിൽ ഒരു വാക്കുതർക്കം നടക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ അനീഷ് പറയും, ഞാൻ ഇന്നലെ മുതൽ ഷാനവാസിനെ നന്നായിട്ട് അനലൈസ് ചെയ്യാണ്. ഷാനവാസ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നെവിന്റെ ആ ഒരു വിഷയം തന്നെ ഇവിടെ എത്രമാത്രം കോലിളക്കം സൃഷ്ടിച്ചൊരു വിഷയമായിരുന്നു. അതിൽ ഷാനവാസ് പറയുന്നത് ഇപ്പോൾ അതിലേയും നുറയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും താൻ ഉള്ളിൽ ഒതുക്കി വെച്ചത് എന്ന്. അന്ന് തന്നെ ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ഷാനവാസിനെതിരെ നിന്നപ്പോൾ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ മാത്രമായിരുന്നു ഷാനവാസിന് വേണ്ടി സംസാരിച്ചത്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഷാനവാസ് ഇപ്പോൾ എന്നെ കവളിപ്പിക്കുകയാണ് എന്നെല്ലാം അനീഷ് അവിടെ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് അവിടെ ചിരിച്ചോണ്ട് അനീഷ് പറയുന്നത് മൊത്തം തെറ്റാണെന്ന രീതിയിൽ നിൽക്കും. ഒടുക്കം അനീഷ് പറയുന്നുണ്ട്, ഞാൻ പലവട്ടം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട്. ഷാനവാസ് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞല്ലോ, ഷാനവാസ് ഒരു മെയിൽ ഷോവണിസ്റ്റ് ആണെന്ന് അതിലേക്ക് നോറിക്കും പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൂടെ, ഇവിടെ നിന്നിട്ട് അവരെന്തിനു പറഞ്ഞു എന്ന്. അപ്പൊ ഷാനവാസാണ് ഇവിടെയുള്ള മറ്റുള്ളവരാണ് അഭിനയിക്കുന്നത്. ഷാനവാസിയുടെ ഓരോ ദിവസവും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദിലയുടെയും നൂറയുടെ അടുത്ത് കുറച്ചു കാലം അകലുന്നു, കുറച്ചു കാലം അടുക്കുന്നു. നിങ്ങൾ അച്ഛനും മക്കളുമായി ആത്മാർത്ഥതയോടെയാണ് നിന്നിരുന്നെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ ബന്ധത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കല്ല വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് അനീഷാണ് പൊട്ടിത്തെറിക്കുമ്പോൾ ഷാനവാസ് പറയുന്നു, നീ എന്നെ കേട്ടിട്ട് പിന്നെ നിനക്ക് അനുകൂലമായിട്ട് എടുക്കാനാണ് നീ ഇവിടെ നോക്കുന്നത്. സൗഹൃദം നടിച്ച് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ചോന്നെടുത്ത് അത് നിനക്ക് അനുകൂലമാക്കാനാണ് നീ ഇവിടെ നോക്കുന്നത് എന്നെല്ലാം പറയുന്ന ഷാനവാസിനെ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. ഇന്നലത്തെ നോമിനേഷന് ശേഷം തുടങ്ങിയ പ്രശ്നമാണ് ഷാനവാസ് ആദിലയും നൂറയുമായിട്ട്. ഷാനവാസിന്റെ കണക്ക് കൂട്ടലിൽ ആദിലയും നൂറയും തന്നെ നോമിനേറ്റ് ചെയ്തു എന്നാണ് ഷാനവാസ് ആണ് വിചാരിച്ചു വെച്ചത്. എന്നാൽ ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, നൂറ ഷാനവാസിനെ അല്ല നോമിനേറ്റ് ചെയ്തത്. എന്തായാലും ലൈവിൽ അതിരാവിലെ തന്നെ പൊരിഞ്ഞടിയെല്ലാം നടക്കുന്നു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.